ഭാഷ എന്നത് ആശയവിനിമയത്തിൻ്റെ മാത്രമല്ല അധികാരം ഉറപ്പിക്കലിൻ്റെയും കൂടി ഉപാധിയാണ്. ചിന്തകളെയും വികാരങ്ങളെയും അതിലൂടെ പ്രവൃത്തിയെയും സ്വാധീനിക്കാൻ ഭാഷയ്ക്ക് സാധിക്കും. ദൈനംദിന വ്യവഹാരത്തിൽ നാം ഉപയോഗിക്കുന്ന ഭാഷയും വാക്കുമൊക്കെ ആശയവിനിമയത്തിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ മിഥുൻ എന്നു പേരായ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച ഒരു സംഭവമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുമ്പോഴാണ് ഭാഷയുടെ ഈ സവിശേഷതയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഈ സംഭവത്തെ മാധ്യമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉള്ളു പൊള്ളുന്നു എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. ആ ശീർഷകത്തിന്റെ താഴെ ഒരു വരിയുണ്ടായിരുന്നു: അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടായ 13കാരൻ. മറ്റൊരു പത്രത്തിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയതായി റിപ്പോർട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ സംശയമുണർത്തുന്നത് അധികൃതർ എന്ന വാക്കാണ്. അതിൽ ഭാഷാപരമായി തെറ്റൊന്നുമില്ല. പതിവായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അധികൃതർ എന്നാൽ അധികാരപ്പെട്ടവർ എന്നർത്ഥം, അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള ആളുകളെന്ന്. എന്നാൽ ഒരു ജനാധിപത്യത്തിൽ ജനസേവനം നടത്തുന്ന ആളുകൾക്ക് അധികാരമല്ല, ഉത്തരവാദിത്വമാണ് വിധിച്ചിട്ടുള്ളത്, അതായത് ചുമതല. സ്കൂളിന്റെ ചുമതലക്കാർ എന്ന് പറയുന്നതിന് പകരം എത്രയോ കാലമായി നമ്മൾ അധികൃതർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അധികൃതർ എന്ന് ഓരോ ദിവസവും ഓരോ വാക്കിലും പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, അത് സ്കൂളിൽ നിന്ന് മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തങ്ങൾക്കുള്ളത് ചുമതലയല്ല അധികാരമാണ് എന്ന ധാരണ അങ്ങ് ഉറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്വം എന്നതിന് പകരം പലപ്പോഴും അധികാര പരിധി എന്നൊക്കെ നമ്മൾ പ്രയോഗിച്ചു പോകുന്നത്. നാം അറിയാതെ ഭാഷ നമ്മളിൽ വരുത്തുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഓർമ്മ വരുന്നത് ഫ്രഞ്ച് എഴുത്തുകാരിയും ചിന്തകയുമായിരുന്ന അനൈസ് നീൻ എന്ന വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്. അനൈസ് നീൻ പറഞ്ഞത്, ഒരാളെ വിലയിരുത്തി വിധിക്കാനും കൊല്ലാനും വേണ്ടി വന്നാൽ കുറ്റവിമുക്തനാക്കാനും ഒക്കെ വാക്കിന് സാധിക്കുമെന്നാണ്. ലാംഗ്വേജ് ഇസ് പവർ, ലൈഫ് ആൻഡ് ഡെത്ത് എന്നായിരുന്നു ഈ എഴുത്തുകാരിയുടെ വാദം. ചുമതലപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ കാര്യം കൂടിയാണ്. ജോർജിയയിൽ നടന്ന വനിതാ ലോകകപ്പ് ചെസ് കിരീടം ഇത്തവണ നേടിയത് ഒരു ഇന്ത്യക്കാരിയാണ്, ദിവ്യ ദേശ്മുഖ്. എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. പത്രങ്ങളിലൊക്കെ ദിവ്യ എന്ന പേരിൽ പിടിച്ചുള്ള ശീർഷകങ്ങളാണ് നമ്മൾ കണ്ടത്. 2 പത്രങ്ങളിൽ ദിവ്യാത്ഭുതം എന്ന് കണ്ടിരിക്കുന്നു. ഈ ദിവ്യാത്ഭുതം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ കളിച്ചതിലെ മികവിനെ അല്ല അവിടെ കാണിക്കുന്നത്, മറ്റെന്തോ അത്ഭുതം നടന്നതുപോലെയാണ്. ഈ കിരീടം അണിയുന്ന ആദ്യ ഇന്ത്യക്കാരി ആയതിനാൽ ഒരു പത്രം ദിവ്യോദയം എന്ന് എഴുതിയിരുന്നു. ഇനി ദിവ്യയുടെ കാലത്തിന്റെ ഉദയമാണ് എന്നർത്ഥം. ഒരിടത്ത് ദിവ്യാസ്ത്രം എന്ന് കണ്ടു, ദിവ്യ കിരീടം എന്നും കണ്ടിരുന്നു. വേറൊരു പത്രത്തിൽ ദിവ്യ ചതുരംഗ റാണി എന്നാണ് കണ്ടത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രദ്ധ ആകർഷിച്ച ഒരു കൗതുക ശീർഷകമുണ്ടായിരുന്നു. ദിവ്യ തേജസ് എന്നായിരുന്നു. പെട്ടെന്ന് ദിവ്യ തേജസ് എന്ന് തോന്നും, പക്ഷെ അതല്ല, തേജസ് ആണ്. ചതുരംഗത്തിന്റെ പേര് തന്നെ ഇട്ടുകൊണ്ടുള്ള ഒരു ശീർഷകം. ഇതേ പത്രത്തിൽ മറ്റൊരു ശീർഷകം കണ്ടു, ചെക്ക് ദൈ ഇന്ത്യ. സാധാരണമായിട്ട് കളിയൊക്കെ ജയിക്കുമ്പോൾ ചെക്ക് ദൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇത്തവണ ചെക്ക് ദൈ ഇന്ത്യ എന്നാണ് പറയുന്നത്. ചെസ്സിലുള്ള ഒരു നിർണായക നിമിഷത്തിന് ചെക്ക് എന്നാണല്ലോ നമ്മൾ പറയുക. ആ ചെക്ക് കൂടെ ചേർത്തുകൊണ്ട് ചെക്ക് ദൈ ഇന്ത്യ എന്നൊരു കോയിനേജ്. ഇതുപോലെ മറ്റൊരു പത്രത്തിലും കണ്ടിരുന്നു, ദിവ്യം ദേശത്തിന്റെ മുഖം എന്ന്. പേരിനപ്പുറത്തേക്ക് പോയി ശീർഷകം ചമിക്കുന്ന മിടുക്ക് അഭിനന്ദനീയം തന്നെയാണ്. എന്ന് കരുതി പേരുകൊണ്ടുള്ള കളിയാട്ടത്തിന് പത്രത്തിൽ ഒരു ക്ഷാമവുമില്ല. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിൽ മുസോളിനി ജൂനിയർ എന്നൊരാൾ തിളങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ശീർഷകം വന്നു, ഫുട്ബോളിനി എന്ന്. മുസോളിനിയും ഫുട്ബോളും കൂടെ ചേർത്തപ്പോൾ ഫുട്ബോളിനി. ജോ റൂട്ട് എന്നു പേരുള്ള ക്രിക്കറ്റ് കളിക്കാരന്റെ മികവ് ഇംഗ്ലണ്ടിന് സഹായകമായപ്പോൾ പത്രങ്ങളിൽ നിറയെ റൂട്ടും മണ്ണും നിറഞ്ഞിരുന്നു. റൂട്ട് തെളിച്ച് ഇംഗ്ലണ്ട് എന്ന് ഒരു ശീർഷകം കണ്ടു. റൂട്ടിന്റെ മണ്ണ് എന്ന് എഴുതിയിരുന്നു ഒരു പത്രം. അയാളുടെ സ്ഥലത്ത് തന്നെ നടക്കുന്ന കളി ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. റൂട്ട് ക്ലിയർ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥിതി പരുങ്ങലിലായപ്പോഴത്തേക്ക് ഒരു പത്രത്തിൽ ഒരു വിലാപം കണ്ടിരുന്നു, ഓ മൈ ലോർഡ്സ് എന്ന്. ഋഷഭ് പന്തിന്റെ കളി മികവുറ്റതാകുമ്പോഴൊക്കെ പന്തതിശയമേ എന്നും പന്തടിയെന്നും മറ്റുമൊക്കെ എഴുതുന്നത് നമ്മുടെ പത്രങ്ങൾക്ക് ശീലമാണ്. കഴിഞ്ഞ ദിവസം പോരാട്ടം പന്താട്ടം എന്ന് കണ്ടിരുന്നു. ക്ലബ് ലോകകപ്പിൽ ചെൽസി കിരീടം നേടിയപ്പോൾ ഒരു പത്രത്തിൽ ചെൽസി ചിരി എന്ന് കണ്ടിരുന്നു. മറ്റൊരിടത്ത് ചിയേഴ്സ് ചെൽസി എന്ന് കണ്ടു. കുറച്ചു കാലം മുമ്പ് ഈ കളി കണ്ടിട്ട് ഒരു പത്രം എഴുതിയിരുന്നു, ചിൽ സി എന്ന്. ബ്രസീലിലെ ഒരു ടീം ഈ ചെൽസിയെ തോൽപ്പിച്ചപ്പോഴോ ചെൽസി എന്നെഴുതി, അതായത് ചെ എന്നെഴുതിയിട്ട് ഇൽസി എന്നെഴുതുന്ന ഒരു രീതി.
കളിക്കളത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാം. സംസ്ഥാന പോലീസ് മേധാവിയുടെ പേര് പല പത്രങ്ങൾ പല രീതിയിലാണ് എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് റവാഡ എ ചന്ദ്രശേഖർ എന്നാണ്. ചില പത്രങ്ങൾ റാവഡ എന്നെഴുതുന്നുണ്ട്. ചിലർ ഇതെല്ലാം കടന്ന് രവത ചന്ദ്രശേഖർ എന്നും എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ വെച്ചിട്ടുള്ള ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറിന്റെ രാജി പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ വാർത്ത വന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞതായി ഒരു വാർത്ത ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ഞെട്ടിപ്പിക്കുന്ന രാജി എന്നാണ് അവിടെ കണ്ടത്. മറ്റൊരു പത്രത്തിൽ ശരിയായ രീതിയിൽ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. ഇക്കാലത്തും ഞെട്ടിച്ചു എന്നതിന് പകരം ഞെട്ടിപ്പിച്ചു എന്ന് എഴുതുന്ന ആളുകൾ പത്രങ്ങളിൽ ഉണ്ടല്ലോ എന്ന കാര്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ്.